ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2024 നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. എന്റെ പേര് അശ്വിൻ എ. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ്. നമ്പർ ഓർത്തു വെക്കുക, 47ാമത്തെ പ്രസിഡന്റ് ആണ് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ്. പാർട്ടി ഏതാ നിങ്ങൾക്കറിയാലോ, റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. ഏതാണ്? റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി. 47ാമത് പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. US പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? അത് ഡൊണാൾഡ് ട്രംപ് ആണ്. യുഎസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. പരാജയപ്പെടുത്തിയത് കമല ഹാരിസിനെയാണ്. പാർട്ടി ഏതാണ്? ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആര് മത്സരിക്കുന്നു? ഡൊണാൾഡ് ട്രംപ് മത്സരിക്കുന്നു. ഇപ്പുറത്ത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി ആര് മത്സരിക്കുന്നു? കമല ഹാരിസ് മത്സരിക്കുന്നു. ആര് ജയിച്ചു? റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപ് ജയിക്കുന്നു. 47ാമത്തെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടുന്നു. US പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡൊണാൾഡ് ട്രംപ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, കാംബ്രിഡ്ജ് ഡിക്ഷണറി വേർഡ് ഓഫ് ദ ഇയർ 2024 ആയി പ്രഖ്യാപിച്ചത് മാനിഫെസ്റ്റ് എന്ന വേർഡിനെയാണ്. കാംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ വേർഡ് ഓഫ് ദ ഇയർ 2024 ഏതാണ്? 2024 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചത് മാനിഫെസ്റ്റ് ആണ്. മാനിഫെസ്റ്റ്. ജല ദൗർലഭ്യത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. ഏതാണ്? ഇക്വഡോർ. പഠിച്ചു വയ്ക്കുക. ജല ദൗർലഭ്യത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. 9.1 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ ലോകത്തിലെ ആദ്യ ആർട്ടിസ്റ്റ് റോബോട്ടായ എയ്ഡ. പഠിച്ചു വയ്ക്കുക. എയ്ഡ വരച്ച ചിത്രമാണ് AI ഗോഡ്. AI ഗോഡ്. നോക്കൂ, 9.1 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിസ്റ്റിക് റോബോട്ടായ എയ്ഡ വരച്ച ചിത്രമാണ് AI ഗോഡ്. 4000 വർഷം പഴക്കമുള്ള നഗരമായ അൽ നദാഹ് കണ്ടെത്തിയത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയിലാണ്. അൽ നദാഹിന്റെ പ്രത്യേകത എന്താ? 4000 വർഷം പഴക്കമുള്ള ഒരു നഗരമാണ്. അതിപ്പോൾ കണ്ടെത്തി. എവിടെയാണ് കണ്ടെത്തിയത്? സൗദി അറേബ്യയിലാണ് അൽ നദാഹ് കണ്ടെത്തിയത്. യൂറോപ്യൻ യൂണിയൻ ഏത് കമ്പനിക്കെതിരെയാണ് 800 മില്യൺ യൂറോ പിഴയിട്ടത്? മെറ്റ അല്ലെ, ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും ഒക്കെ ആയിട്ടുള്ള കമ്പനിയാണ് മെറ്റ അല്ലെ. മെറ്റ നിങ്ങൾക്കറിയാം. സോ മെറ്റ എന്ന് പറയുന്ന കമ്പനിക്കെതിരെയാണ് യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്യുന്നു? ഏകദേശം 800 മില്യൺ യൂറോ പിഴയിട്ടത്. ആരാണ് പിഴയിട്ടത്? യൂറോപ്യൻ യൂണിയൻ ആണ്. ആർക്കെതിരെയാണ് പിഴയിട്ടത്? മെറ്റ കമ്പനിക്കെതിരെയാണ്. അടുത്തായി, റഷ്യൻ കോടതി ഏത് കമ്പനിക്കെതിരെയാണ് $20 ഡെസില്യൺ പിഴ ചുമത്തിയത്? അത് ഗൂഗിൾ ആണ്. ഗൂഗിളിനെതിരെ എന്ത് ചെയ്യുന്നു? റഷ്യൻ കോടതി $20 ഡെസില്യൺ പിഴ ചുമത്തി. ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിന്റെ കീഴിലുള്ള യൂട്യൂബിനെതിരെയായിരുന്നു റഷ്യൻ കോടതിയുടെ വിധി. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ ഭരണകൂടന പിന്തുണയുള്ള 17 യൂട്യൂബ് ചാനലുകൾ യൂട്യൂബ് തടഞ്ഞതാണ് കാരണം. ഓക്കെ, എന്ത് ചെയ്യുന്നു? അവിടെ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് റഷ്യൻ ഭരണകൂട പിന്തുണയുള്ള 17ഓളം യൂട്യൂബ് ചാനലുകളെ യൂട്യൂബ് കമ്പനി എന്ത് ചെയ്യുന്നു? അതിനെ തടയുന്നു. യൂട്യൂബ് തടഞ്ഞു. അതുകൊണ്ടാണ് ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിന്റെ കീഴിലുള്ള യൂട്യൂബിനെതിരെ. അപ്പോൾ ഗൂഗിളിന്റെ മാതൃകമ്പനി ഏതാണ്? ആൽഫബറ്റ് ആണ്. അതിന്റെ കീഴിലാണ് എന്തുള്ളത്? യൂട്യൂബ് ഉള്ളത്. അപ്പോൾ ആ യൂട്യൂബിനെതിരെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം $20 ഡെസില്യൺ പിഴ ചുമത്തിയത്. പഠിച്ചു വെക്കാം. കോളിൻസ് വേർഡ് ഓഫ് ദ ഇയർ ആണ് ബ്രാറ്റ്. എന്നാണ്? ബ്രാറ്റ് എന്നുള്ള വേർഡാണ് കോളിൻസ് വേർഡ് ഓഫ് ദി ഇയർ 2024 ബ്രാറ്റ് ആണ്. കുറച്ചു മുമ്പ് നമ്മൾ എന്ത് പഠിച്ചു? ഇവിടെ വേർഡ് ഓഫ് ദി ഇയർ 2024 കാംബ്രിഡ്ജിന്റെ ആണ്. കാംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ ആണ്. എന്ത് പഠിച്ചു? മാനിഫെസ്റ്റ് ആണെന്ന് പഠിച്ചു അല്ലെ. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ വേർഡ് ഓഫ് ദി ഇയർ 2024 മാനിഫെസ്റ്റ് ആണെങ്കിൽ നമുക്ക് കോളിൻസ് വേർഡ് ഓഫ് ദി ഇയർ 2024 ഏതാണ്? ബ്രാറ്റ് ആണ്. ഒരു ഇംഗ്ലീഷ് മ്യൂസിക് ആൽബത്തിന്റെ പേരാണ് ഇത്, ബ്രാറ്റ്. ഇന്ത്യ വിജയകരമായി പരീക്ഷണം നടത്തിയ റോക്കറ്റ് ആണ് പിനാക്ക വെപ്പൺ സിസ്റ്റം. പഠിച്ചു വയ്ക്കുക. ഇന്ത്യ വിജയകരമായി പരീക്ഷണം നടത്തിയ റോക്കറ്റ് ആണ് പിനാക്ക വെപ്പൺ സിസ്റ്റം. 2024 നവംബർ കേന്ദ്ര നിർദ്ദേശപ്രകാരം
ജനങ്ങളിലേക്ക് എത്തിയ പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള ഇന്ത്യൻ GPS സംവിധാനം ഏതാണ്? നാവിക് ആണ് അല്ലെ, നാവിക് ആണ്. നാവിക്കുമായി ബന്ധപ്പെട്ട ഉപഗ്രഹം ഏതാ? IRNSS ആണ് അല്ലെ, IRNSS. ഇതെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് IRNSS ആദ്യത്തെ ഉപഗ്രഹം വിക്ഷേപിച്ചപ്പോൾ മുതൽ PSC ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അല്ലെ. അപ്പോൾ നാവിക് എന്നുള്ളതാണ് ഇന്ത്യൻ GPS സംവിധാനം. 2024 നവംബറിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം ജനങ്ങളിലേക്ക് എത്തിയ പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഇന്ത്യൻ GPS സംവിധാനമാണ് നാവിക്. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം ഇന്ത്യൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇതിന് നൽകിയ പേരാണ് TOI 6651b. പഠിച്ചു നോക്കിയാ, TOI 6651b. വേറെ എന്തൊക്കെ പേര് കൊടുക്കായിരുന്നു അല്ലെ, അല്ലെങ്കിൽ കുറെ വർഷങ്ങളും കാര്യങ്ങളും പഠിക്കാനുണ്ട്. അപ്പൊ അതിനിടയിലാണ് കുറെ നമ്പറുകൾ അല്ലെ. സോ TOI നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. TOI 6651b ഇതാണ് ഇന്ത്യ നൽകിയ പേര്. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും ഇരട്ടി ഭാരവുമുള്ള ഗ്രഹമാണിത് കേട്ടോ. മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിന്റെ വെല്ലുവിളികൾ പഠിക്കുന്നതിനായി ISRO ഇന്ത്യയിലെ ആദ്യ അനലോക ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ലഡാക്കിലെ ലേയിലാണ് കേട്ടോ. ലഡാക്കിലെ ലേയില് എന്ത് സ്റ്റാർട്ട് ചെയ്യാണ്? മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിന്റെ വെല്ലുവിളികൾ പഠിക്കുന്നതിനായിട്ട് ISRO ഇന്ത്യയിലെ ആദ്യ അനലോക ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലഡാക്കിലെ ലേ. ഹാബ് 1 എന്ന പേരിലെ ഒരു പേടകമാണ് ലേയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഹാബ് 1 എന്നുള്ള പേരിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹാബ് 1 എന്നുള്ള പേരിൽ ഒരു പേടകം എന്ത് ചെയ്യുന്നു? ലഡാക്കിലെ ലേയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലിരുന്നു കൊണ്ടാണ് മറ്റ് ഗ്രഹത്തിൽ താമസിക്കുന്നവരുടെ വെല്ലുവിളികളെല്ലാം പഠിക്കാൻ സാധിക്കുന്നത്. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിക്ഷേപിച്ച 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. പഠിച്ചു നോക്കിയ, ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിക്ഷേപിച്ച 4ാമത്തെ രാജ്യം ഇന്ത്യ. വിക്ഷേപണ സ്ഥലം അബ്ദുൽ കലാം ദ്വീപാണ്. ഒഡീഷയിലെ അബ്ദുൽ കലാം ദ്വീപ് ആണ് വിക്ഷേപണ സ്ഥലം. ഇതിന്റെ വേഗത മാക്ക് 5 മുതൽ 20 വരെയാണ്. മാക്ക് 5 മുതൽ 20 വരെയാണ് ഇതിന്റെ വേഗത. ഹൈപ്പർസോണിക് മിസൈൽ ഉള്ള മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കയും റഷ്യയും ചൈനയും. 4ാമത് ഇന്ത്യ. പഠിച്ചു നോക്കിയ, ഹൈപ്പർസോണിക് മിസൈൽ ഉള്ള നിലവിലുള്ള 3 രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അമേരിക്കയും റഷ്യയും ചൈനയും. ഇപ്പോൾ 4ാമതൊരു രാജ്യം കൂടി വന്നു. ഏതാണ്? നമ്മുടെ ഇന്ത്യ. അടുത്തതായി 2024 ഹോളിവുഡ് മീഡിയ പുരസ്കാരം നേടിയ മലയാള ചിത്രം ഏതാണ്? മറ്റേതുമല്ല, ആടുജീവിതമാണ് അല്ലെ. പൃഥ്വിരാജ് നായകനായ ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന ചിത്രത്തിനാണ് 2024 ഹോളിവുഡ് മീഡിയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രമാണ് ആടുജീവിതം. തപസ്യ കലാസാഹിത്യവേദിയുടെ 2024 പ്രൊഫസർ തുറവൂർ വിശ്വംഭര പുരസ്കാരം ജേതാവ് MG ശശിഭൂഷൺ. ആരാണ്? MG ശശിഭൂഷൺ ഒരു പുരസ്കാരം ലഭിച്ചു. ഏതാണത്? 2024 പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരമാണ്. തപസ്യ കലാസാഹിത്യ വേദിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. ആർക്കാ ലഭിച്ചത്? MG ശശിഭൂഷൺ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ പുരസ്കാരം, മുട്ടത്തുറക്കി പുരസ്കാരം, അങ്ങനെ സ്ഥിരമായി ചോദിക്കുന്ന ഓടക്കുഴൽ പുരസ്കാരം, അങ്ങനെയുള്ള കുറച്ച് പുരസ്കാരങ്ങൾ മാത്രമേ PSC ചോദിക്കാറുള്ളൂ അല്ലെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള വളരെ മറ്റ് എല്ലാ തരത്തിലുള്ള അവാർഡുകളും ഏത് മേഖലയിൽ എവിടെയൊക്കെ അവാർഡുകൾ കൊടുക്കുന്നോ അതെല്ലാം കണ്ടുപിടിച്ച് PSC ചോദിക്കുന്നുണ്ട്. മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയപ്പോൾ ഇതെല്ലാം എളുപ്പമായി അല്ലെ. വേണമെങ്കിൽ ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് ഒറ്റ ചോദ്യത്തിൽ തന്നെ 4 or 5 അവാർഡുകൾ വേണമെങ്കിൽ ചോദിച്ചേക്കാം അല്ലെ. സോ പഠിച്ചു വയ്ക്കുക. തപസ്യ കലാസാഹിത്യ വേദിയുടെ 2024 പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാര ജേതാവാണ് MG ശശിഭൂഷൺ. സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ടേങ്ഡി എന്താണ്? ദത്തോപാന്ത് ടേങ്ഡി പുരസ്കാരം നേടിയത് മേനക ഗാന്ധിക്കാണ്. ദത്തോപാന്ത് ടേങ്ഡി പുരസ്കാരം നേടിയത് മേനക ഗാന്ധിക്കാണ്. ഇത് എന്തിനു കൊടുക്കുന്ന അവാർഡാണ്? സാമൂഹിക പ്രവർത്തന മികവിനുള്ള അവാർഡാണ് ദത്തോപാന്ത് ടേങ്ഡി പുരസ്കാരം നേടിയത്. ആരാണ്? മേനക ഗാന്ധി. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ അബ്ദുൾ റഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം 2024 ജേതാവ് ടി പത്മനാഭൻ. മറ്റൊരു പുരസ്കാരം ഏതാണ്? അബ്ദുൾ റഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം 2024 ടി പത്മനാഭൻ. അടുത്ത ചോദ്യം ഇതാണ്. കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം 2024 ജേതാവ് ആര്? ഡോക്ടർ SD ബിജു ആണ്. കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം 2024 ആര് നേടി? ഡോക്ടർ SD ബിജു നേടിയിട്ടുണ്ട്.
IV ദാസ് പുരസ്കാര ജേതാവ് പ്രൊഫസർ എം ലീലാവതി. IV ദാസ് പുരസ്കാര ജേതാവ് പ്രൊഫസർ എം ലീലാവതി. ഒരുപാട് പേരുകളാണ് റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ഏതാണ്? PN പണിക്കർ പുരസ്കാര ജേതാവ് പൊൻകുന്നം സെയ്ദ് ആണ്. പൊൻകുന്നം സെയ്ദ് എന്ത് പുരസ്കാരം ലഭിച്ചു? 2024 ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തനത്തിനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചത് പൊൻകുന്നം സെയ്ദ്. പ്രഥമ PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാര ജേതാവ് ദാമോദർ മൗസോ. ഇഷ്ടംപോലെ അവാർഡുകൾ ഓൾറെഡി പഠിക്കാനുണ്ട്. ഇതാ വരുന്നു വീണ്ടും പുതിയ അവാർഡുകൾ. ആദ്യമായിട്ട് കൊടുക്കുകയാണ് PV ഗംഗാധരൻ മെമ്മോറിയൽ പുരസ്കാരം കൊടുക്കുന്നു ദാമോദർ മൗസോ അല്ലെ, ദാമോദർ മൗസോ. ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാര ജേതാവ് നിലമ്പൂർ ആയിഷയാണ്. നിലമ്പൂർ ആയിഷ ഈ വർഷത്തെ കേസരി നായനാർ പുരസ്കാര ജേതാവാണ് നിലമ്പൂർ ആയിഷ. അടുത്ത ചോദ്യം, ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ 2023 കേളപ്പജി പുരസ്കാര ജേതാവ്. 2023 കേളപ്പജി പുരസ്കാര ജേതാവാണ് PV ചന്ദ്രൻ. ആരാണ്? PV ചന്ദ്രൻ. ഈ പുരസ്കാരം കൊടുക്കുന്ന ആരാ? ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമര സമിതിയുടെ 2023 കേളപ്പജി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PV ചന്ദ്രനാണ്. അടുത്ത പോയിന്റ്, ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിന് നൽകുന്ന ഇൻഫോസിസ് നൽകുന്നതാണ് കേട്ടോ. ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ ISF 2024 പുരസ്കാരം. ISF ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ 2024 പുരസ്കാരം ലഭിച്ച മലയാളിയാണ് മഹ്മൂദ് കുരിയ. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് കാറ്റഗറിയിലാണ് ഈ മലയാളിക്ക് ഈ അവാർഡ് ലഭിക്കുന്നത്. എന്നാണ്? മഹ്മൂദ് കുരിയയ്ക്കാണ് ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ ISF 2024 പുരസ്കാരം ലഭിച്ച മലയാളിയാണ് മഹ്മൂദ് കുരിയ. മികച്ച ഡോക്യുമെന്ററിക്കുള്ള രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധാനം ചെയ്തത് ആരാണ്? വേണു നായരാണ്. പഠിച്ചു നോക്കിയ വേണു നായർ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററിയാണ് ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. ഈ വർഷത്തെ അക്ഷര പുരസ്കാര ജേതാവ് ഏതാണ്? അക്ഷര പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. അക്ഷര പുരസ്കാര ജേതാവ് 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവ്. JCB അവാർഡൊക്കെ PSC സ്ഥിരം ചോദിക്കുന്നതാണ്. JCB സാഹിത്യ പുരസ്കാര അവാർഡ് ഉപമന്യു ചാറ്റർജി, ബീഹാറി സ്വദേശിയായിട്ടുള്ള ഉപമന്യു ചാറ്റർജിക്കാണ് 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. പഠിച്ചു വയ്ക്കുക. 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാ? ബീഹാറി സ്വദേശിയായ ഉപമന്യു ചാറ്റർജി. അദ്ദേഹത്തിന്റെ നോവലാണ് ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എഴുതിയതാരാ? ഉപമന്യു ചാറ്റർജിയാണ്. ബീഹാറി സ്വദേശിയാണ്. ആൾക്ക് എന്ത് അവാർഡ് കിട്ടി? 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 2024 മിസ് യൂണിവേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 73ാമത് മിസ് യൂണിവേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ലാറോ വിക്ടോറിയ ജായർ. അവിടെ കെയും ജെയും ഉണ്ട്. ജയർ എന്നുള്ളതാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് കേട്ടോ. ലാറോ വിക്ടോറിയ ജയർ ആണ്. ഡെൻമാർക്ക് സ്വദേശിയാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് റിയ സിൻഹയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്. ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് എക്സലൻസ് നേടിയത് നരേന്ദ്രമോദിയാണ്. ഗയാനയുടെ പരമോന്നത ബഹുമതിയാണ് ദ ഓർഡർ ഓഫ് എക്സലൻസ്. അത് ആർക്ക് ലഭിച്ചു? നരേന്ദ്രമോദിക്ക് ലഭിച്ചു. നൈജീരിയയുടെ രണ്ടാം പരമോന്നത ബഹുമതിയായ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ നൈജറും ആർക്ക് കിട്ടി? നരേന്ദ്രമോദിക്ക് ലഭിച്ചു. അപ്പൊ 2 പുരസ്കാരങ്ങളായി ഗയാനയുടെ ദ ഓർഡർ ഓഫ് എക്സലൻസും ലഭിച്ചു. അതുപോലെ നൈജീരിയയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ നൈജർ പുരസ്കാരവും നരേന്ദ്രമോദിക്ക് ലഭിച്ചു. കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ നേടിയ ഇന്ത്യക്കാരനാണ് നരേന്ദ്രമോദി. അപ്പൊ നരേന്ദ്രമോദിക്ക് 3 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ലഭിച്ചു. ഏതൊക്കെയാ? ഗയാനയുടെ പരമോന്നത ബഹുമതി ലഭിച്ചു. അതുപോലെ തന്നെ നമ്മുടെ നൈജീരിയയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതി ലഭിച്ചു. അതുപോലെ കോമൺവെൽത്ത് ഓഫ് ഡൊമിനിക്കയുടെ അവിടുത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയും നരേന്ദ്രമോദിക്ക് 2024 ലഭിച്ചു.
അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് ആർക്കാണ്? ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിക്കാണ്. എന്ത് അവാർഡാണ്? ബാലാമണിയമ്മ പുരസ്കാരം. ഈ ബാലാമണിയമ്മ പുരസ്കാരം കൊടുക്കുന്നത് ആരാണ്? അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ബാലാമണിയമ്മ പുരസ്കാരം. ഇത് നേടിയത് ആർക്കാ? ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. പഠിച്ചു വയ്ക്കുക. 2024 ബുക്കർ പുരസ്കാരത്തിന് അർഹയായതാരാ? സാമന്ത ഹാർവേ. സാമന്ത സിനിമ നടി ആലോചിച്ചാൽ മതി കേട്ടോ. സാമന്ത ഹാർവേ ആണ്. സാമന്ത ഹാർവേ ബുക്കർ പുരസ്കാരം 2024 എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യം. ബുക്കർ ഇന്റർനാഷണൽ അല്ല, ഇത് ബുക്കർ പുരസ്കാരമാണ്. മാൻ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നതാണ്. 2024 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാ? സാമന്ത ഹാർവേ ആണ്. അവരുടെ ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം. പിക്ചറിൽ കാണാം. ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്കും കാണാം. ഓർബിറ്റൽ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് സാമന്ത ഹാർവേക്ക് 2024 ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. സാമന്ത ഹാർവേ ഓർബിറ്റൽ എന്ന് പറയുന്ന പുസ്തകം 2024 ബുക്കർ സമ്മാനം. അടുത്തത് NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? NS മാധവനാണ്. അദ്ദേഹം ആദ്യം പ്രസിദ്ധീകരിച്ച കൃതിയാണ് ശിശു. അതൊരു ചെറുകഥയായിരുന്നു. ശിശു എന്ന് പറയുന്ന കൃതിയാണ്, ചെറുകഥയായിരുന്നു. NS മാധവന്റെ ആദ്യത്തെ പ്രസിദ്ധീകരിച്ച കൃതി. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നോക്കി പോവാം. ലണ്ടൻ ബത്തേരിയയിലെ ലുത്തിനൈകൾ, അതാണ് ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ നോവലാണ്. അതുപോലെ ചൂളൈമേടിലെ ശവങ്ങൾ, എന്താണ്? ചൂളൈമേടിലെ ശവങ്ങൾ. നിലവിളി, ഹിഗ്വിറ്റൊക്കെ പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ളതാണ്. പഞ്ചകന്യകകൾ, പര്യായ കഥകൾ, തിരുത്ത്, പുറം മറുപുറം, തത്സമയം. ഒന്നുകൂടി വായിക്കാം. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, രണ്ട് ചുളൈമേടിലെ ശവങ്ങൾ, നിലവിളി, ഹിഗ്വിറ്റ, പഞ്ചകന്യകകൾ, പര്യായ കഥകൾ, തിരുത്ത്, പുറം മറുപുറം, തത്സമയം എന്നിവയെല്ലാം NS മാധവന്റെ കൃതികളാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അദ്ദേഹത്തിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കൃതിയാണ് ശിശു എന്ന ചെറുകഥ. 43ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹി. പഠിച്ചു വെക്കുക. 43ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ വേദി എവിടെയാണ്? ചോദിക്കാം. ന്യൂഡൽഹിയാണ്. 19ാമത് G20 സമ്മിറ്റ് 2024 വേദി എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീലാണ്. 19ാമത്തെ G20 സമ്മിറ്റ് 2024 വേദി എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീലിലാണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം 2024 വേദി എവിടെയാണ്? ആലപ്പുഴ. മുമ്പ് പഠിച്ചതാണ് നമ്മൾ അല്ലെ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി ആലപ്പുഴ. 16ാമത് UN ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? സിറ്റി ഓഫ് കാലി, കൊളംബിയ അല്ലെ. കൊളംബിയയിലുള്ള സിറ്റി ഓഫ് കാലിയിലാണ് 16ാമത് UN ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദി. സിറ്റി ഓഫ് കാലിയാണ്, കൊളംബിയ. കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സ്പോർട്സ് കോൺക്ലേവ് 2024 വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ദുബായ് സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് അംബാസിഡേഴ്സ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹർഭജൻ സിംഗും സാനിയ മിർസയും. പഠിച്ചു വയ്ക്കുക. ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള ഹർഭജൻ സിംഗും ഇന്ത്യയുടെ ടെന്നീസ് താരമായിരുന്ന സാനിയ മിർസയുമാണ് ദുബായ് സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് അംബാസിഡേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. കുറച്ചധികം പേരുകള്, വേദികള്, സ്ഥലപ്പേരുകൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് റീകളക്ട് ചെയ്യാൻ പറ്റും. വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക, കിട്ടാത്ത പോയിന്റുകൾ എഴുതി വയ്ക്കുക. അങ്ങനെയൊക്കെ എടുത്ത് പഠിച്ച് ഇതെല്ലാം കൃത്യമായിട്ട് മനഃപ്പാഠമാക്കി വയ്ക്കുക. അടുത്ത പരീക്ഷകളിൽ നിങ്ങൾക്ക് ഇത് എക്സൽ ചെയ്യാൻ പറ്റും. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. 2024 നവംബർ മാസം കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു ക്ലാസ്സും കൂടിയുണ്ട്. 2024 നവംബർ മാസത്തിന്റെ 3ാമത്തെയും അവസാനത്തെയും ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.